പഴയ നിയമ കാലഘട്ടത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണും പൊള്ളലിന് പകരം പൊള്ളലും ഒക്കെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്കും കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിന്റെ ഒരു ചെകിടത്തടിക്കുന്നവന് മറു ചെകിടൂടെ കാണിച്ചു കൊടുക്കുക. നിന്നെ ആരെങ്കിലും ഭോഷാന്ന് വിളിച്ചാൽ നീ അവനെ തിരിച്ചൊന്നും പറയണ്ട. നിന്നെ വിഡ്ഢിയെന്ന് വിളിച്ചാൽ വിളിക്കുന്നവൻ നരകാഗ്നിക്കോ നിത്യശിക്ഷയ്ക്കോ ഇരയായിത്തീരും. നിന്നെ ആരെങ്കിലും ശപിച്ചാൽ നീ തിരിച്ച് അനുഗ്രഹിക്കണം. പഴയ നിയമത്തിൽ അങ്ങനെയല്ല, ശപിച്ചാൽ അവനെ ശപിക്കണം. ഇനി അപ്പോൾ ഇങ്ങനെ രണ്ട് നിയമങ്ങൾ കിടക്കുമ്പോൾ എങ്ങനെ രണ്ടും ഒരു ദൈവമാകും? ഇതാണ് സുവിശേഷ വിരോധികളുടെ ചോദ്യവും. ക്രിസ്ത്യാനികളുടെ ഇടയിൽ കലർപ്പിട്ട് കൊടുക്കുന്ന തരത്തിൽ ഇസ്ലാമിസ്റ്റുകളും ഷിബു പീഡിയക്കൽ പോലുള്ള ആനമണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നവരും പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ബൈബിൾ വായിക്കാത്ത നമ്മൾ ശരിയാണല്ലോ എന്ന് ചിന്തിക്കും. ഇതിനകത്ത് നിങ്ങൾ പോലും ചിലപ്പോൾ ചിന്തിക്കും, ശരിയാണല്ലോ അല്ലേ, പഴയ നിയമത്തിലെ ദൈവം ഇച്ചിരി ക്രൂരനാണ്, കൊല്ലാൻ പറയുന്നു, കൊലവിളി നടത്താൻ പറയുന്നു, രക്തദാഹിയായവൻ. പുതിയ നിയമത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരു പരിപാടിയില്ല. മാന്യമായിട്ട് നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് ജീവിച്ചോ എന്ന തരത്തിലേക്ക് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മളോട് നോക്കുന്നത് രണ്ട് കാലഘട്ടമുണ്ട്. ഇതിനകത്ത് തന്നെ സുവിശേഷ വിരോധി വന്ന് പറയുന്നത്, മോശയ്ക്ക് ദൈവം കൊടുത്ത നിയമം ദൈവമല്ല കൊടുത്തത്. ഹമുറാബി എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്, അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവ് ഹമുറാബി. അപ്പോൾ ഹമുറാബിയുടെ നിയമസംഹിത മോശയും കൂട്ടരുമൊക്കെ കണ്ട് പഠിച്ചിട്ടാണ് പുറപ്പാട് സംഭവത്തിൽ നിയമം കൊടുത്തതെന്ന് സുവിശേഷ വിരോധികൾ പഠിപ്പിക്കുന്നുണ്ട്. ഹമുറാബി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പഴയ ബാബിലോണിയൻ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയമസംഹിതയാണ് കർത്താവായ ദൈവം കൊടുത്തത് എന്നതിൻ്റെ പേരിൽ കൊടുത്തത് എന്ന് പറയുന്നു. ഈ ഹമുറാബിയുടെ നിയമസംഹിത ഉണ്ട്, അങ്ങനൊരു നിയമസംഹിത ഉണ്ട്. പക്ഷേ അതിനകത്ത് കൊടുത്തിട്ടുള്ള നിയമങ്ങൾ, ഒരു സ്ത്രീ അതിൻ്റെ കുഞ്ഞുമായി അല്ലെങ്കിൽ മറ്റൊരുത്തിൻ്റെ കുഞ്ഞിനെ ഒരു സ്ത്രീ പാലൂട്ടി വളർത്തി ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ പാലൂട്ടി വളർത്തിയ സ്ത്രീയുടെ 2 മുലകളും ഛേദിച്ച് കളയണം. ഇത് ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു നിയമം ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് റൂട്ട് വേറെ. അപ്പോൾ ഹമുറാബിക്ക് നിയമമുണ്ട്. ഹമുറാബിയുടെ നിയമത്തിലും ഒരു കണ്ണടിച്ചാൽ മറുകണ്ണ്, ഒരു കാതടിച്ചാൽ മറുകാത്, ഇങ്ങനെ ഹമുറാബിക്ക് നിയമമുണ്ട്. പക്ഷേ അതിനകത്ത് ഏകദേശം 200 സംതിങ് നിയമങ്ങൾ ഹമുറാബി എഴുതിയപ്പോൾ ആ നിയമങ്ങൾ പലതും ദൈവസഭയ്ക്ക് എടുക്കാൻ പറ്റുന്നതല്ലായിരുന്നു. പലതും ഹമുറാബിയുടെ തന്നെ നിയമങ്ങളാണ്, അതല്ല ദൈവം കൊടുത്തത്. ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പനകൾ വേറെയാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു മാറ്റുമ്പോൾ ഹമുറാബിയുടെ നിയമസംഹിതം കൂടെ മാറ്റണ്ടേ പുതിയ നിയമത്തിൽ വരുമ്പോൾ? അപ്പോൾ അതുകൊണ്ട് സുവിശേഷ വിരോധികൾ പറയും, പുറപ്പാട് സംഭവത്തിൽ കൊടുത്തിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുഴുവൻ ഹമുറാബിയുടെ നിയമത്തെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് സുവിശേഷ വിരോധി ശക്തമായി ആ നിയമ കോഡുകൾ വച്ച് തന്നെ അവർ കൊടുക്കുമ്പോൾ, ദൈവമക്കൾ ഹമുറാബിയുടെ പുറകിലല്ല പോകേണ്ടത്, മോശയെ വിളിച്ച ദൈവത്തിൻ്റെ പുറകെയാണ് പോകേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികാരത്തിൻ്റെ നിയമമായിരുന്നു, പ്രതികാരത്തിൻ്റെ അവസ്ഥയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്, പ്രതികാര ചിന്ത. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, യാക്കോബിൻ്റെ 2 മക്കൾ ലേയയെ മാനഭംഗപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്നിട്ട് അവരിങ്ങനെ ഒരു നിയമമൊക്കെ അവർ പറഞ്ഞു, നിങ്ങൾ പരിച്ഛേദനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തമാക്കാമെന്ന് യാക്കോബ് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം കൂടെ പരിച്ഛേദനം ചെയ്തിരുന്ന സമയത്ത് യാക്കോബിൻ്റെ മക്കളെന്ത് ചെയ്തു? പോയിട്ട് ഒരു ഗ്രൂപ്പിനെ മുഴുവൻ കൊന്നുകളഞ്ഞത് ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? ഒരു ഗ്രൂപ്പിനെ മുഴുവൻ കൊന്നുകളഞ്ഞു. ഒരു പ്രതികാരത്തിൻ്റെ നിയമം. ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദേശത്തെ മുഴുവൻ സംഹരിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളുണ്ടായിരുന്നു. ഇത് യാക്കോബിൻ്റെ മക്കളിൽ മാത്രമല്ല, അന്നത്തെ മറ്റ് നാടുകളിലും അങ്ങനെ തന്നെ, മറ്റ് ജനക്കൂട്ടവും അങ്ങനെ തന്നെ. ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഗ്രൂപ്പ് മുഴുവനെയും കൊല്ലും, ഒരു ഗ്രൂപ്പ് മുഴുവനും ശിക്ഷ അനുഭവിക്കും. ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദേശം മുഴുവനെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികാരത്തിൻ്റെ നിയമമായിരുന്നു. ഈ നിയമം ഇങ്ങനെ നിൽക്കുമ്പോഴും എന്ത് ചെയ്തു? ജനങ്ങളെല്ലാവരും കൂടെ യഹോവയായ ദൈവം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ക്രമപ്പെടുത്തി കൊണ്ടുവരുമ്പോഴും ജനങ്ങൾ ഒറ്റ ഒരെണ്ണം പോലും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഇല്ലായിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ദൈവം ഏകനാണെന്നും ദൈവം നീതിമാനാണെന്നും ദൈവം വിശുദ്ധനാണെന്നും പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ നീതി ദൈവം ഓരോ സ്ഥലത്തും കൊണ്ടുവരും. ദൈവം കായൻ മുതലുള്ള കാലഘട്ടം ഇങ്ങോട്ട് നോക്കി നോഹയുടെ കാലഘട്ടം വരെ എത്തിയപ്പോൾ എത്ര പേരുണ്ടായിരുന്നു നീതിമാന്മാർ ഭൂമിയിൽ? കായൻ മുതൽ നോഹ ഇവിടെ ഉള്ള കാലഘട്ടം എത്തിയപ്പോൾ എത്ര നീതിമാന്മാരുണ്ടായിരുന്നു? ഒറ്റ ഒരാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
ഒറ്റ ഒരാൾ മാത്രമേ നീതിമാനുണ്ടായിരുന്നു. ആ നീതിമാനായവനാണ് ദൈവം മാറ്റുന്നത്. പക്ഷെ ദൈവം എല്ലാവരെയും നീതിയിലേക്ക് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചു. തിന്മ കളഞ്ഞ്, അശുദ്ധി കളഞ്ഞ്, സകല കറകളും ഇല്ലാത്ത തരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും എത്ര പേർക്ക് നിൽക്കാൻ പറ്റി? ഒറ്റ ഒരാളിന്. അപ്പോൾ നീതിയുള്ളവനെ ദൈവം സംരക്ഷിച്ചു, നീതിയില്ലാത്തവൻ വിനാശത്തിൽ പെട്ടുപോയി. ശരിയല്ലേ? നീതിയില്ലാത്തവൻ വിനാശത്തിൽ പെടും, എപ്പോഴും അങ്ങനെ തന്നെയാണ്. നീതിയുള്ളവനെ ദൈവം ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കും. നീതിയില്ലാത്തവൻ വൻ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോകും. ഏത് കുത്തൊഴുക്കാണെങ്കിലും ശരി, അതിൽ ഒഴുകിപ്പോയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഇങ്ങനെ നോഹയെ മാറ്റി നിർത്തി, നോഹയോടൊപ്പം ഒരു ഗ്രൂപ്പിനെ മാറ്റി നിർത്തി, ഇങ്ങനെ മാറ്റി 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 ദൈവം തൻ്റെ യോഗ്യത തെളിയിക്കുക. ദൈവത്തിൻ്റെ യോഗ്യതയ്ക്കൊത്തവണ്ണം ഒരു കൂട്ടരെയും ദൈവം കൊണ്ടുവരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു സംഭവം, ഇസ്രായേൽ ജനത്തെ ദൈവം എപ്പോഴും സംരക്ഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? എപ്പോഴും സംരക്ഷിക്കുവാണ് അല്ലേ? ചെങ്കടൽ കടത്തിയപ്പോൾ സംരക്ഷിച്ചു, മരുഭൂമി മധ്യത്തിൽ സംരക്ഷിച്ചു. അവിടെ ഒന്നും ഒരു കംപ്ലൈൻറ്റും ഉണ്ടായില്ല ജനത്തിന്. ആ ദൈവഭാഗത്ത് നിന്നവനെ സംരക്ഷിക്കുകയും ദൈവത്തെ അപമാനിച്ചവനെ അവിടെ ഇട്ട്, ദൈവം തീർത്തതല്ല, അവൻ്റെ പ്രവൃത്തി വഴി അവൻ തീർന്നു പോയതാണ്. അതാ മനസ്സിലാക്കേണ്ടത്. അവൻ്റെ പ്രവൃത്തി വഴി അവൻ വഴിയിൽ തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചവർ ദൈവത്തിൻ്റെ നന്മ കണ്ടു. നിങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുക. എന്നാൽ സുവിശേഷ വിരോധി പറയും, ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവന്നു, എന്നിട്ട് വഴിയിലിട്ട് കൊറോണത്തിനെ കൊന്നു, കൊറോണത്തിനെ കൊണ്ടുപോയി. ഇതെന്ത് ദൈവം? ഇതാണോ നീതിമാനായ ദൈവം എന്ന് ചോദിക്കുമ്പോൾ മോശ കടന്ന് നിലവിളിക്കുന്നു, ദൈവമേ, ജാതികൾ പറയും നിന്റെ കരത്തിന് ശക്തിയില്ല, ഇതാ വഴിയിൽ കൊണ്ടിട്ട് കൊന്നുകളഞ്ഞു എന്ന് ജാതികൾ പറയും. അപ്പോൾ അന്ന് പോലും ഇത്തരത്തിലുള്ള ദൈവദൂഷണങ്ങൾ ജാതികളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് ദൈവത്തെ എപ്പോഴും, ഒരു ഗ്രൂപ്പിനെ എപ്പോഴും സംരക്ഷിക്കാൻ ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ മോശ കടന്ന് നിലവിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ബൈബിളിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം. സ്തോത്രം. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ ക്യാരക്ടർ എപ്പോഴും വിശുദ്ധമായി നിൽക്കുന്നത് കൊണ്ട്, കർത്താവിൻ്റെ ക്യാരക്ടറിൽ അനീതി ഇല്ലാത്തത് കൊണ്ട് ദൈവം എപ്പോഴും അത് താക്കീത് കൊടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ബൈബിൾ തുറന്ന് ശക്തിയോടെ ഹല്ലേലൂയ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്നു യേശുവേ, സ്തുതിക്കുന്നു യേശുവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന. കർത്താവായ ദൈവത്തിൻ്റെ ക്യാരക്ടർ നോക്കുമ്പോൾ എന്നോട് ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ക്യാരക്ടർ നോക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ ഒരുവൻ തീക്ഷ്ണതയോടെ എത്രത്തോളം അവൻ വേർപാടെടുക്കും, എത്രത്തോളം അവൻ തീക്ഷ്ണത കാണിക്കും, അവനെ ദൈവം പ്രത്യേകമായി പരിഗണിക്കും. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തീക്ഷ്ണത കാണിക്കാത്തവനെ മാക്സിമം രക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ വരാതെ വന്നാൽ അവിടുത്തെ വീഴ്ചയിൽ അവൻ പെട്ടുപോകും. ഇനി അന്നത്തെ കാലത്ത് നരബലി ഉണ്ടായിരുന്നു. നരബലി, ആ നരബലി യഹോവയായ ദൈവവും ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് സുവിശേഷ വിരോധികൾ വിളിച്ചു പറയും. അതുകൊണ്ടാണ് അബ്രഹാത്തോട് നിന്റെ മകനെ കൊണ്ടുവന്ന് എനിക്കായി ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ മറ്റു ദൈവങ്ങൾക്ക് മനുഷ്യക്കുരുതികൾ നടത്തിയിരുന്നത് പോലെ തന്നെ ഒരു രക്തദാഹിയായ ദൈവമാണ് യഹോവ എന്ന് സുവിശേഷ വിരോധി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, ദൈവം ഇസഹാക്കിനെ ആവശ്യപ്പെട്ടത് നരബലിക്കായിട്ടല്ല എന്നുള്ളതും നിങ്ങളുടെ ഉള്ളിൽ അറിയത്തില്ലേ? ദൈവം ആവശ്യപ്പെട്ടത് നരബലിക്കാണോ? അല്ല, സമർപ്പണമാണ്. അങ്ങോട്ട് കൊടുത്തതല്ല, അങ്ങോട്ട് കൊടുക്കാൻ ഒരപ്പൻ മനസ്സ് വെച്ചു. ദൈവം ചോദിച്ചു, നിന്റെ മകനെ നീ എനിക്ക് യാഗമായി അർപ്പിക്കുമോ? അബ്രഹാം പറഞ്ഞു, ഞാൻ തരാം, കാരണം എൻ്റെ മകൻ എൻ്റെതല്ല, നീ തന്നതാ. രണ്ടാമത്, ഈ മകൻ വാഗ്ദാനമുള്ളതാ, ഇവനിലൂടെയാണ് തലമുറകൾ ഉണ്ടാകുമെന്ന് നീ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉള്ളിലെ ഏതോ ഒരു വലിയ സ്വപ്നമുണ്ട്, ഇവനെ യാഗമായി തമ്പുരാൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ചാലും ദൈവം ഇവനിൽ നിന്ന് ആയിരക്കണക്കിന് ഇസഹാക്കുമാരെ ജനിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളൊരു യഥാർത്ഥ ഭക്തിയും ദൈവത്തോടുള്ള അമിതമായ സ്നേഹവും. പക്ഷേ കർത്താവായ യഹോവ മറ്റ് ജാതീയ ദൈവങ്ങളുടെ ക്യാരക്ടർ പോലെ അല്ലായിരുന്നു. കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരു മുള്ളുകൊണ്ട് പോലും പോറലിടാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ പേരിൽ, കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് വരാനോ അവൻ്റെ ഒരു രോമത്തിന് കേടുവരാനോ അനുവദിക്കാതെ വണ്ണം സംരക്ഷിച്ച ഒരു ദൈവമായിരുന്നു നമ്മുടെ യഹോവയായ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ദൈവം ക്രൂരൻ,
എന്നൊരാൾ പറയുമ്പോൾ ഇവിടെ നോക്കണം, അബ്രഹാത്തിനോട് ക്രൂരത കാണിച്ചോ എന്ന്. അബ്രഹാത്തിൻ്റെ തലമുറയോട് ക്രൂരത കാണിച്ചോ എന്നുള്ളത് വിശ്വാസി നോക്കണം. ഇല്ലാതെ അവനോടൊപ്പം ചേർന്ന് നിൽക്കരുത്. അവൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗം എടുത്തിട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതിൻ്റെ മറു സൈഡ് നിങ്ങൾ പഠിച്ചിരിക്കണം. സ്തോത്രം. പഠിക്കാതെ സുവിശേഷ വിരോധിയുടെ വാക്ക് കേട്ട് നമ്മുടെ ഏകദൈവമായ കർത്താവിനെ അപമാനിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇതുകൊണ്ട് ഇവിടെ നോക്കുക, ഒന്നാമത്തെ സംഭവം ഞാനൊന്ന് പറഞ്ഞുതരാം. കർത്താവായ ദൈവം ഇങ്ങനെ പഴയ നിയമത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഇന്ന കൂട്ടരെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്, ഇന്ന ഒരു ഗ്രൂപ്പിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വായിച്ചിട്ടുണ്ടോ? ജോഷുവയോട് പറഞ്ഞത് ഏതാണ്? ജെറീക്കോ മതിൽ. ജെറീക്കോയുടെ അല്ലേ? ജെറീക്കോയിലുള്ളവർക്ക് മാനസാന്തരപ്പെടാൻ ദൈവം അവസരം കൊടുത്തായിരുന്നു. പക്ഷേ അവരത് ഉൾക്കൊള്ളാൻ മനസ്സ് വച്ചില്ല. ജെറീക്കോയിലുള്ളവർക്ക് മാനസാന്തരത്തിനുള്ള അവസരം കൊടുത്തു. കാരണം ഇവരുടെ ഈ വരവ്, മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നുള്ള വരവിൽ അനേകം രാജാക്കന്മാരെ വീഴ്ത്തി 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 വരുന്നത് ജെറീക്കോ രാജാവ് കേട്ടു. കോട്ടം മതിൽ അടച്ചു, മാനസാന്തരപ്പെടാനുള്ള അവസരം കൊടുത്തു. അനീതി വെടിഞ്ഞിട്ട് യഹോവയുടെ മാർഗത്തിൽ ചരിക്കാൻ അവസരം കൊടുത്തു. ആകെ ഒറ്റ ഒരാൾ മാത്രമേ വന്നുള്ളൂ. അവളുടെ പേരാണ് വേശ്യയായ റാഹാബ്. വേറെ ഒറ്റ ഒരെണ്ണം അവിടെ നിന്ന് മാനസാന്തരപ്പെട്ടില്ല. വേറെ ഒറ്റ ഒരെണ്ണം അവിടെ നിന്ന് മാനസാന്തരപ്പെട്ടില്ല. ദൈവം, യഹോവയെ ദൈവം ആരെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അല്ല വരുന്നത്. പക്ഷേ ഒരു ഗ്രൂപ്പുണ്ട്, അമലേക്യർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അമലേക്യർ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതായത് അമലേക്യ ഗ്രൂപ്പിനെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. കാരണം അവർ വൻ ചതിയന്മാരായിരുന്നു, വൻ ചതികളായിരുന്നു അവരിൽ നിന്നുണ്ടായത്. അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ നമ്മളെ ദൈവം ഇഷ്ടമില്ലാത്ത തരത്തിൽ ഒരാളിനെ നശിപ്പിച്ചെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇതുണ്ടെങ്കിൽ നമ്മളെ നശിപ്പിക്കുമെന്ന് ഓർത്തുകൊള്ളുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അമലേക്യ ഗ്രൂപ്പിനുണ്ടായിരുന്ന ഒരു കെണി എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിനൊരു നിയമമുണ്ട്. അപ്പോൾ ഈ രാജാവിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്? നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ആടുമാടുകൾ, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ വസ്തുവകകൾ, രാജ്യത്തിൻ്റെ അതിർത്തി, ഇതെല്ലാം സംരക്ഷിക്കാൻ ആരാണ് കടപ്പെട്ടത്? നിങ്ങളാണോ രാജാവാണോ? രാജാവല്ലേ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് രാജാവാണ്. അപ്പോൾ അടുത്ത ശത്രു രാജാവ് വന്നിട്ട് നിങ്ങളുടെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് യുദ്ധം കറക്റ്റ്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമ്പോൾ പരസ്പരം രാജാക്കന്മാർ തമ്മിൽ ഒരു ഇതുണ്ട്, യുദ്ധത്തിന് വരികയാണ്, തയ്യാറായിക്കോ, അല്ലെങ്കിൽ ചാരന്മാർ വഴിയെങ്കിലും തയ്യാറാക്കും. എന്നാൽ പുറമേ വന്ന് അപ്പോൾ ഇവരും യുദ്ധത്തിനായി സന്നാഹപ്പെടും. എന്നാൽ ഈ രാജാവ് അറിയാതെ മറ്റൊരുത്തൻ വേറൊരു സൈഡിലൂടെ വന്ന് ഒരു സൈഡ് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെന്ന് എത്രത്തോളം വിശ്വസിക്കും? അവൻ്റെ രാജ്യവും അവൻ്റെ വംശവും അവൻ്റെ സകലത് നശിക്കാനല്ലേ ആഗ്രഹിക്കത്തുള്ളൂ. കാരണം എന്താ? അതിൽ ഒരു തരിയെങ്കിലും വളർന്നാൽ പിന്നെ എപ്പോഴും അത് ആപത്താണ്. ഇതൊരു രാജാവ് ചെയ്യുന്ന രീതിയാണ്. ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിൻ്റെ യഥാർത്ഥ രാജാവ് ആരായിരുന്നു? സാവൂളിന് മുമ്പ് യഹോവയായ ദൈവമായിരുന്നു. ശരി, അപ്പോൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് യഹോവയായ ദൈവം ഈ ജനത്തെ ഇങ്ങോട്ട് വിടുവിച്ച് കൊണ്ടുവരുക. എൻ്റെ കൂടെ ഉണ്ടാകണം, പോയിരുന്നോ, കുഴപ്പമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, കൊണ്ടുവരുന്ന സമയത്ത് ചെങ്കടൽ കടന്ന് ജനങ്ങൾ സന്തോഷത്തോടു കൂടെ അങ്ങോട്ട് മുന്നേറി. ഇവർക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല. അങ്ങനെ യഹോവയായ ദൈവം മുന്നമേ ഇവരെ നയിക്കുമ്പോൾ ഇവരുടെ പിൻനിരയിലൂടെ വന്ന് അമലേക്കിൻ്റെ സൈന്യം വൃദ്ധരെയും വാർദ്ധക്യത്തിലുള്ളവരെയും ബലഹീനരെയും ഒരു സൈഡിൽ നിന്ന് കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. അമലേക്കിൻ്റെ വംശം വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അമലേക്ക് വന്നിട്ട് എല്ലാവരെയും നശിപ്പിച്ചു, കൊന്നു. വൃദ്ധരെ കൊന്നു, ബലഹീനരെ കൊന്നു. അവർ തളർന്നിരിക്കുന്ന അവസരമാണ്. ഈ ജനങ്ങൾ മുഴുവൻ തളർന്നിരിക്കുന്ന സമയത്താണ് ജനത്തെ നശിപ്പിക്കാൻ വന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു, അമലേക്കിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക. അമലേക്കുമായി ഒരു സന്ധിയും ചെയ്യരുത്. കാരണം വഞ്ചനയും ചതിയുമാ അവൻ്റെ അകത്തുള്ളത്. അവൻ്റെ ബ്ലഡ് മുഴുവൻ ചതിക്കുക എന്നുള്ളതാ, വഞ്ചിക്കുക എന്നുള്ളതാ. അതല്ലാതെ യാഥാർത്ഥ്യമായ സ്നേഹം അവനിലില്ല. അതുകൊണ്ട് അമലേക്കിനെ ഒരു കാരണവശാലും വളർത്തരുത് എന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. കാരണം എന്താ? ദൈവം ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പിറ്റേന്ന് യുദ്ധം നടക്കുമ്പോൾ അമലേക്കിൻ്റെ സൈന്യം പരാജയപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? മോശ പറഞ്ഞു, ഞാൻ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. ആ മലയുടെ മുകളിൽ കയറി കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ശക്തമായി യുദ്ധം ചെയ്യണം.
മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ച സമയത്തെല്ലാം ആരായിരുന്നു ജയിച്ചത്? ഇസ്രായേലിയർ ജയിച്ചു കൊണ്ടിരുന്നു. അമലേക്കിന്റെ സൈന്യം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. മോശയുടെ കൈ എപ്പോൾ കടച്ചിട്ട് താഴ്ന്നുവോ അപ്പോഴുടെ വിജയം മുഴുവൻ അമലേക്കിനായിരുന്നു. ഹലോ, ഇവിടെ ഉണ്ടേ? അപ്പോഴൊക്കെ വിജയം ആർക്കായിരുന്നു? അമലേക്കിനായിരുന്നു. അതായത് അതുകൊണ്ട് ശത്രു വിജയിക്കുമ്പോൾ അഹറോൻ എന്ത് ചെയ്തു? ഹൂറിനെയും മറ്റൊരു അഹറോനും ഹൂറും കൂടെ മലയുടെ മുകളിൽ പോയി ഈ മോശയുടെ 2 കരങ്ങളും താങ്ങി നിന്നു. മോശ കൈ താഴ്ത്തിയാൽ അമലേക്കിൻ്റെ വിജയം, മോശ കരമുയർത്തിയാൽ ഇസ്രായേലിൻ്റെ വിജയം. ഇതായിരുന്നു അന്നത്തെ രീതി. അങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ മോശ കരമുയർത്തി നിന്നെങ്കിൽ മോശയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവരുടെ കൈ താങ്ങി നിന്ന അഹറോന്റെയും ഹൂറിന്റെയും അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇവിടെ ദുരിതം കൊണ്ട് മുടിഞ്ഞു കിടക്കുന്നവന് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഇവിടെ ശത്രു വന്ന് പൊതിയുമ്പോൾ നിനക്കൊന്ന് ദൈവത്തിന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കാൻ സമയമില്ല. കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ സമയമില്ലാതിരിക്കുമ്പോൾ ശത്രു വിജയിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഏത് കൊടിയ കാറ്റ് വന്നാലും ശരി, അമലേക്കിന്റെ മുമ്പിൽ വിജയമെടുക്കാൻ മോശ കരമുയർത്തിയതുപോലെ ഇവിടെ കർത്താവിന്റെ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ ഒരുവനെങ്കിലും കൈ ഉയർത്തിയാൽ മതി, ശത്രു പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് ചരിത്രം കാണുന്നത്. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? നിന്നെ ജയിക്കുന്ന ശത്രുവിനെ നിന്റെ നീ കരമുയർത്തി സ്തുതിക്കുമ്പോ, കരമുയർത്തി ദൈവമേ എന്ന് വിളിക്കുമ്പോ, കരമുയർത്തി നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ സംസാരിക്കുമ്പോ നിന്റെ ദൈവം, നിന്റെ ശക്തി ശബ്ദം കേട്ട് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ, സ്തുതിക്കുന്നു യേശുവേ, സ്തുതിക്കുന്നു യേശുവേ, ആരാധന യേശുവേ, ആരാധന. കരമുയർത്തി സ്തുതിക്കാൻ എത്ര പേർക്ക് പറ്റും? വിശ്വാസത്തോടെ അവർ കരമുയർത്തി സ്തുതിക്കട്ടെ. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വൻ ബാധ്യതകളെ ഇപ്പോൾ നീ കാണണമേ, രോഗത്തെ കാണണമേ, തകർച്ചകളെ കാണണമേ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേലിനെ പിന്നിലൂടെ വന്ന് ആക്രമിച്ച ഈ സൈന്യത്തെ ഇതാ മോശയും കൂട്ടരും ശക്തമായി നേരിട്ടു. എന്നാൽ പൂർണ്ണമായും അവരെ തോൽപ്പിക്കാൻ പറ്റിയില്ല. കുറച്ചു നാളുകൾ കഴിഞ്ഞ് ന്യായാധിപന്മാരുടെ കാലഘട്ടം എത്തിയപ്പോൾ ഇസ്രായേൽ ജനം 7 വർഷം അമലേക്കിൻ്റെ അടിമയായി കിടന്നു. കാരണം ദൈവത്തിൻ്റെ കൽപ്പന കളഞ്ഞു, മറ്റ് ദൈവത്തെ ആരാധിക്കാൻ പോയി. 7 വർഷം അമലേക്യൻ വന്ന് നശിപ്പിച്ചു. ഇസ്രായേൽ ജനങ്ങൾ എപ്പോൾ ആട്, മാടുകൾ, വിത്തുകൾ ഇതൊക്കെ എപ്പോൾ വിതയ്ക്കുന്നോ അത് രണ്ടാമത് അവർ കൊയ്തെടുക്കേണ്ട സമയമാകുമ്പോൾ അമലേക്ക് മിദിയാനും ഇങ്ങോട്ട് വന്ന് സകലതും നശിപ്പിക്കും. ഇസ്രായേൽ വീണ്ടും പട്ടിണിയാകും. അങ്ങനെ 7 വർഷം അമലേക്കിന്റെ സൈന്യം ഇസ്രായേലിനെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. സ്തോത്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 വർഷമായി ഇപ്പോഴും ബാധ്യതയിൽ തന്നെയാണ് നിങ്ങളെങ്കിൽ, 7 വർഷമായി ഒരു ഉയർച്ചയുമില്ല, നിങ്ങളുടെ വരുമാന മാർഗങ്ങളെല്ലാം 0 ആണെങ്കിൽ അമലേക്കിൻ്റെ ആത്മാവ് നിങ്ങളെ ഭരിക്കുന്നുണ്ട്. അമലേക്കിൻ്റെ ക്യാരക്ടറുള്ള ഏതോ സ്പിരിറ്റ് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കണം. 7 വർഷമായി ഇസ്രായേൽ ജനം അടിമത്തമാണ്. അതിന് ആടുമാടില്ല, ആടോ മാടോ വന്ധ്യത ഒന്നുമില്ല. എന്തെങ്കിലും ഒരു വരുമാന മാർഗം വന്നാൽ ആ ടൈമിൽ അമലേക്കൻ ഇങ്ങോട്ട് വരും, ചതിക്കും, കൊണ്ടുപോകും. അങ്ങനെ നിന്നപ്പോഴാണ് ഗിദയോനെ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇസ്രായേൽ ജനങ്ങൾ ഒരു രാജാവിന് വേണ്ടി കിടന്ന് നിലവിളിച്ചു. സാവൂളിനെ ആദ്യമായിട്ട് ദൈവത്തിന് പകരമായി അവർ രാജാവാക്കി. ആ സാവൂളിന്റെ വീഴ്ചയ്ക്ക് കാരണം ഈ അമലേക്കിനാണ്. സാവൂളിന്റെ മേൽ വന്ന രാജകീയ അധികാരവും അനുഗ്രഹത്തിനും അത് നഷ്ടമായി തീരാൻ കാരണം ഈ അമലേക്കിനായിരുന്നു. അമലേക്കിനുമായിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, പോയി അവനെ തോൽപ്പിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ നല്ല കൊഴുത്ത ആടുമാടുകൾ, നല്ല കൊഴുത്ത പശുക്കൾ, കൊഴുത്ത സ്വർണം, ഇതൊക്കെ കണ്ടിട്ട് ഈ സാവൂളിൻ്റെ കൂടെ പോയവർ പറഞ്ഞു, ഇതെല്ലാം കൊണ്ടുവന്ന് നിന്റെ ദൈവത്തിന് കാഴ്ച അർപ്പിക്കാം. അങ്ങനെ അവിടെ നാടുമാടുകളെയും സ്വർണമൊക്കെ മോഷ്ടിച്ചെടുത്തു കൊണ്ടുവന്നു. കർത്താവായ ദൈവം അപ്പോൾ തന്നെ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ സാവൂളിനെ രാജാവാക്കിയതിൽ ദുഃഖിക്കുന്നു. കാരണം എന്താ? ഞാൻ നശിപ്പിക്കേണ്ടവൻ്റെ സ്വർണം, അവൻ്റെ ആടുമാടുകൾ മോഹിച്ച് അവൻ കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ അമലേക്യൻ്റെ ഒരൊറ്റ രീതി സാവൂളിൻ്റെ ലൈഫും പോയി കിട്ടി. സാവൂളിൻ്റെ അടുത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നഷ്ടമായി. ദൈവിക സംരക്ഷണം, ദൈവിക സംഭാഷണം എല്ലാം സാവൂളിൽ നിന്ന് ബ്ലോക്കാകാൻ ഈ അമലേക്യൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. അങ്ങനെ വന്ന് 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 ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു അമലേക്കൻ ദാവീദ് വന്നിട്ട് അമലേക്കരുമായി യുദ്ധം ചെയ്തപ്പോൾ 400 പേർ ഓടി. ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി 400 രക്ഷപ്പെട്ടു. ഏറ്റവും അവസാനത്തെ അമലേക്യൻ എന്ന് പറയുന്ന ഒരു അമലേക്യൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ഹാമാൻ എന്നായിരുന്നു. ഹാമാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? അവൻ വന്നിട്ട് ആർക്കെതിരെയാണ് സഭ കൂടിയത്? ഇസ്രായേൽക്കെതിരെ. അമലേക്യൻ ഒരുത്തനുണ്ടെങ്കിലും അവൻ എപ്പോഴും ദൈവപക്ഷത്തിൻ്റെ ശത്രുവായിരുന്നു. മൊർദെഖായിയെ കൊല്ലണം, ഇസ്രായേലിനെ കൊല്ലണം, ഇതിനു വേണ്ടി അവൻ എന്തെല്ലാം കച്ചകെട്ടി. ആ ഹാമാൻ, അതായത് ആഗാഗ് എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ട്. ആഗാഗ് രാജാവിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു ഈ ഹാമാൻ. ആഗാഗ് രാജാവ് എന്ന് പറഞ്ഞാൽ അമലേക്യനായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് മെമ്പറാണ് ഈ ഹാമാൻ എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. പിന്നീട് അവനെക്കുറിച്ചുള്ള ഓർമ്മയോ ഒന്നും തന്നെ ഇല്ല. കാരണം ബാലാമിൻ്റെ ഒരു പ്രവചനത്തിലുണ്ടായിരുന്നു അമലേക്യൻ പൂർണ്ണമായും തീരും. അങ്ങനെ പൂർണ്ണമായും ഹാമാനിലൂടെ തീർന്നു എന്നാണ് പറയുന്നത്. ആ ഹാമാൻ പോലും എന്ത് സംഭവിച്ചു? അവൻ വന്ന് യൂദനെ കൊല്ലണം, ഇസ്രായേലിനെ നശിപ്പിക്കണം, ഒരിക്കലും ഇസ്രായേലിൻ്റെ ദൈവം ഉയരരുത്, യഹൂദൻ്റെ ദൈവനാമം ഉയരരുത് എന്ന മൈൻഡായിരുന്നു ഹാമാൻ്റെ പോലും. അതുകൊണ്ട് തന്നെ യഹൂദൻ്റെ ദൈവത്തെ വിളിക്കുന്നവനെ കൊല്ലാൻ വേണ്ടി 60 മുഴ ഉയരത്തിൽ അല്ലെങ്കിൽ 50 മുഴം ഉയരത്തിൽ ഉണ്ടാക്കിയ തൂക്ക് മരത്തിൽ ആര് തന്നെ അവസാനം പോയി? ഹാമാനെ തന്നെ കെട്ടിത്തൂക്കി കൊന്ന അവസ്ഥ നമ്മൾ ബൈബിൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെല്ലാം പ്രതികാരത്തിൻ്റെ നിയമം എവിടെയുണ്ട്? പ്രതികാരത്തിൻ്റെ നിയമമാണോ സംരക്ഷണത്തിൻ്റെ നിയമമാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, പഴയ കാലം പ്രതികാരത്തിൻ്റെ കാലം. ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ അവൻ്റെ കുടുംബത്തെ മുഴുവൻ അല്ലെങ്കിൽ ആ നാടിനെ മുഴുവൻ നശിപ്പിക്കുന്ന നിയമവ്യവസ്ഥ, അതിൽ നിന്ന് ഒരു വ്യക്തി അടിച്ചാൽ ഒരു നാടിനെ നശിപ്പിക്കാതിരിക്കാൻ പകരം ഒരു വ്യക്തിയെ തിരിച്ചു തള്ളിയാൽ മതി. നിന്റെ കണ്ണാണ് ഒരുത്തൻ എടുക്കുന്നതെങ്കിൽ അവൻ്റെ കുടുംബം മുഴുവനും നശിപ്പിക്കണ്ട. നിന്റെ കണ്ണാണ് അവൻ എടുത്തെങ്കിൽ നിന്നെ എടുത്തവൻ്റെ കണ്ണെടുത്താൽ മതി. നിന്റെ കൈയാണ് ഒരുവൻ ഒടിച്ചതെങ്കിൽ അവൻ്റെ കുടുംബമോ കുലമോ മുഴുവൻ നശിപ്പിക്കണ്ട. നിന്നെ ദ്രോഹിച്ചവൻ എന്താണോ ആ ദ്രോഹം അവന് തിരിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു നിയമം അന്ന് കൊണ്ടുവന്നത് സമൂഹത്തിൽ, അത് നമുക്ക് ഒരു പക്ഷേ ക്രൂരമായി തോന്നിയേക്കാമെങ്കിലും സമൂഹത്തിൽ അത് നന്മയായി മാറി. എന്തായി? ഒരു ഭയം ഉളവാകാനിടയായി. സമൂഹത്തിൽ ഒരു ഭയം ഉളവാകാൻ ഇടയായി. എന്നെ ഉപദ്രവിച്ചാൽ, ഞാൻ ഉപദ്രവിച്ചാൽ എനിക്കും അതേ ശിക്ഷ തന്നെ കിട്ടുമെന്നത് കാരണം ക്രൈം ഒത്തിരി അധികം ഉണ്ടാകാതെ നിൽക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുകയാണ്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ മുഴുവൻ യുദ്ധങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ, മുഴുവൻ പ്രശ്നങ്ങളെ നടക്കത്തുള്ളൂ, ഒരു ഒത്തുതീർപ്പും നടക്കത്തില്ല. എന്നാൽ ബൈബിളിനകത്ത് ഹമ്മുറാബിയുടെ നിയമസംഹിത കയറിയിട്ടുമില്ല. കാരണം നിങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം മുതൽ നിങ്ങൾ വായിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകം 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 23 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് കൊടുക്കുന്ന നിയമസംഹിതയുണ്ട്. ആ നിയമവും ഹമ്മുറാബിയുടെ നിയമസംഹിത യൂട്യൂബുകളിലും അല്ലെങ്കിൽ ഇതിനകത്ത് കിടപ്പുണ്ട്. രണ്ടും ഒന്ന് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ അറിയാം ദൈവത്തിൻ്റെ നിയമം എന്താണെന്നുള്ളതും ഹമ്മുറാബി എന്ന് പറഞ്ഞ രാജാവിൻ്റെ നിയമം എന്താണെന്നും അറിയാൻ പറ്റും. രണ്ടും രണ്ട് തരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന്, ദൈവരാജ്യം ഇറങ്ങാനും ദൈവരാജ്യത്തിൻ്റെ രാജാവ് തൻ്റെ രാജ്യത്തെയും തൻ്റെ ജനങ്ങളെയും സംരക്ഷിക്കാനും അയൽപക്കങ്ങളുമായി ശത്രുതയില്ലാതിരിക്കുവാനും കൊടുക്കുന്നൊരു നിയമമാണ് കർത്താവായ ദൈവത്തിൻ്റെ നിയമം. സ്തോത്രം, ഹല്ലേലൂയ. രക്തദാഹത്തെ ഉണർത്തുന്ന പഴയ മനുഷ്യനെ കൺട്രോൾ ചെയ്ത് അവൻ്റെ ലൈഫിനെ ധാർമ്മികതയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം. അവൻ്റെ ധാർമ്മിക ലൈഫിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഉദ്ദേശം. അതായിരുന്നു പഴയ നിയമത്തിൽ. അങ്ങനെ മറ്റത് രക്തദാഹമാണ്, അതിനെ കൺട്രോൾ ചെയ്യും. അവൻ്റെ ധാർമ്മിക ലൈഫിലേക്ക് അവനെ ഉയർത്തും. ഒരു സ്ത്രീയെ എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യയെ എങ്ങനെയായിരിക്കണം, ഒരു മകളെ എങ്ങനെയായിരിക്കണം എന്നുള്ള സകല നിയമത്തെയും കർത്താവ് കൊണ്ടുവന്നത്. സ്തുതിക്കുന്നു. ഇനി ഈ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കതിനു മുമ്പ് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഇനി നമ്മൾ നോക്കുന്നത് പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങളെ എന്തോ വിളിക്കുന്നത്? പഞ്ചഗ്രന്ഥികൾ അല്ലെങ്കിൽ പെന്റുക്കുട്ട് അല്ലെങ്കിൽ തോറ എന്ന് വിളിക്കും. തോറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിയമഗ്രന്ഥം. പഞ്ചഗ്രന്ഥി അല്ലെങ്കിൽ നിയമഗ്രന്ഥം തോറ എന്ന് വിളിക്കും. തോറ എന്ന് പറയുന്നത് ഹീബ്രു വേർഡാണ് കേട്ടോ. അതായത് യഹോവയായ ദൈവം സീനായി മലയിൽ ഇറങ്ങി ജനത്തിന് പ്രത്യക്ഷനായപ്പോൾ ജനത്തിന് നൽകിയ നിയമമാണ് തോറ എന്ന് പറയുന്നത്. എവിടാണ്?
എവിടെ ഇറങ്ങിയപ്പോഴാണ്? അത് ശ്രദ്ധിക്കണം. കർത്താവായ ദൈവം എവിടെ നിന്നാണ് നിനക്ക് തോറ കിട്ടിയത് എന്നൊരുത്തൻ ചോദിച്ചാൽ, യഹോവയായ ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോൾ അവിടെ പ്രത്യക്ഷനായ സമയത്ത് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കൊടുത്ത നിയമമാണ് തോറ. മനസ്സിലായോ? ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ വയ്ക്കണം. ഹമ്മുറാബി കൊണ്ടുവന്ന കോഡല്ല തോറ. തോറ സീനായി മലയിൽ യഹോവയായ ദൈവം ഇറങ്ങിയ സമയത്ത് തൻ്റെ ജനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, തൻ്റെ ജനത്തിൻ്റെ കൂടെ യഹോവയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ട്, അവരുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്ത ഒരു കൽപ്പന അല്ലെങ്കിൽ നിയമമാണ് നിയമഗ്രന്ഥം അല്ലെങ്കിൽ തോറ എന്ന് പറയുന്ന ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെയുള്ള പുസ്തകങ്ങൾ. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു വെക്കണം. ഏതൊരു വിശ്വാസിയും ഇത് ഉറപ്പിച്ചു വെക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാണ് ദൈവം നിയമം കൊടുത്തത്? ദൈവം സൃഷ്ടിച്ച ജനത്തിന് എന്തിനാണ് ദൈവം നിയമം കൊടുത്തത്? ആ ഉത്തരം കണ്ടെത്തിയാലേ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. സ്തോത്രം. ദൈവം സൃഷ്ടിച്ച അബ്രഹാമിൻ്റെ അല്ലെങ്കിൽ ആദത്തിൻ്റെ പിൻതലമുറയോടുകൂടെ ദൈവത്തിന് നടക്കാൻ ഒരു നിയമം വേണോ? ദൈവത്തിന് നടക്കാൻ ഒരു നിയമം വേണോ? വേണ്ട. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ നിയമം കൊടുക്കുന്നു? അപ്പം നിയമം കൊടുക്കേണ്ട ആവശ്യകത എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് രണ്ടാമത്. അബ്രഹാത്തിന് കൊടുക്കാത്ത ഒരു നിയമം എന്തിനാണ് ഈ ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്? അബ്രഹാത്തിന് കൊടുത്തത് നീ പരിച്ഛേദനം ചെയ്താൽ മതി, മറ്റ് നിയമങ്ങളൊന്നും കൊടുത്തില്ല. പക്ഷേ ഇവിടെ നിയമങ്ങൾ കൊടുക്കേണ്ട ആവശ്യകത വന്നത് എന്തിനാണ്? സ്തോത്രം. നമുക്ക് നമ്മുടെ ദൈവത്തെ ഒന്നുകൂടെ ശക്തിയോടെ വിശ്വാസത്തോടെ ദൈവമക്കൾ സ്തുതിച്ചേ. വിശ്വാസത്തോടെ. ഏതെങ്കിലും നിയമം നിനക്ക് ബാധകമാണോ? ഏതെങ്കിലും നിയമം നിനക്ക് ബാധകമാണോ? പുതിയ യേശുവിന്റെ ശിഷ്യനായ നിനക്ക് ഏതെങ്കിലും നിയമം ബാധകമുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആദത്തെ മെനഞ്ഞ ദൈവം ആദത്തോടും ഹവ്വയോടും സംസാരിക്കാൻ ഇറങ്ങി വന്നു. അബ്രഹാത്തെ വിളിച്ച ദൈവം അബ്രഹാത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സംസാരിക്കാൻ ഇറങ്ങി വന്നു. അബ്രഹാം പറഞ്ഞു, എൻ്റെ ബന്ധുവായ ദൈവം, എൻ്റെ പരിചയമായ ദൈവം. ഇസഹാക്ക് പറഞ്ഞു, എൻ്റെ ഇടയനായ ദൈവം. എങ്ങനെ? യാക്കോബ് പറഞ്ഞു, എൻ്റെ ബന്ധുവായ ദൈവം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ദൈവം അവരുമായി സംസാരിച്ചത് വല്ലാത്തൊരു ലെവലിലായിരുന്നു. അവർ ദൈവമോട് സംസാരിച്ചു, വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഈ ബന്ധം എപ്പോൾ നഷ്ടമായി? ഈ ബന്ധം പിന്നീടെന്തേ? ഈ സീനായി മലയുടെ സംഭവം എത്തിയപ്പോൾ ജനത്തെ മാറ്റി നിർത്ത്, 3000 അകലെ അല്ലെങ്കിൽ 2000 മുഴം അകലെ മാറ്റി നിർത്ത്, മലയെ മാത്രം വേർതിരിക്കുക എന്ന് പറയാൻ ഇടയായത് കാരണം എന്താ? ഇത്രയും ദൈവവുമായിട്ട് അടുത്ത് നിന്ന ജനത്തെ അകറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ്? ഒറ്റ ഒരു കാരണമാണ്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ജനം, ദൈവത്തിൻ്റെ വാഗ്ദാന സന്തതി 430 വർഷക്കാലം എവിടെ കിടന്നു? ഈജിപ്തിൽ അടിമയായി കിടന്നു. 1-ാം തലമുറ കഴിഞ്ഞു, 2-ാം തലമുറ കഴിഞ്ഞു, 3-ാം തലമുറയ്ക്ക് എത്തിയപ്പോൾ യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള കേട്ടുകേൾവി ഇതാ ഇവരുടെ ഇടയിലുള്ള ജനങ്ങൾ പറഞ്ഞു കൊടുത്താലും ഇവരുടെ വിശ്വാസവും ഇവരുടെ ജീവിതവും മുഴുവനും ഈജിപ്ഷ്യൻ കൾച്ചറിൽ പെട്ടുപോയി. ഈജിപ്ഷ്യൻ കൾച്ചർ എന്താണ്? ഈജിപ്ഷ്യൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണുപോയ ദൂതൻ്റെ കൾച്ചറാണ്. അതായത് പക്ക വ്യഭിചാരം, പക്ക വേശ്യവൃത്തി, അടുത്തുള്ളവനെ ഉപദ്രവിക്കുക, അടുത്തുള്ളവനെ നശിപ്പിക്കുക, സ്വന്തം കാര്യം മാത്രം നോക്കുക, ഒരിക്കലും വേറൊരുവൻ ഉയരുന്നതിൽ അഭിമാനത്തോടുകൂടെ നിൽക്കാതെ അസൂയയോടെ നിൽക്കുന്ന കൾച്ചർ. ഇത് ഈജിപ്ഷ്യൻ കൾച്ചറാണ്. എല്ലാ ദൈവങ്ങളും, നൈൽ നദി ദൈവം, കാള ദൈവം, പൂച്ച ദൈവം, മെംഫിസ് പൂച്ചയല്ലേ? പൂച്ചയുടെ അല്ലേ? ഈജിപ്ഷ്യയിലെ മെംഫിസ് പൂച്ചയുടെ തലയല്ലേ? പൂച്ചയാണോ പുലിയാണോ? അത് അവർക്ക് സംശയമാണ്. പൂച്ചയാണോ? ഇങ്ങനെ കാണുന്നത് എല്ലാം ദൈവം. എവിടെ നോക്കിയാലും ദൈവം. കാറ്റ് ദൈവം, അടുത്ത ദൈവം, ഇച്ചിരി തടിമാടനാണെങ്കിൽ അവൻ ദൈവം. ഇങ്ങനെ എവിടെ നോക്കിയാലും ദൈവവിശ്വാസവും എവിടെ നോക്കിയാലും അധർമ്മ ജീവിതവും. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ യഹോവയായ ദൈവത്തിന് നടക്കാൻ പറ്റത്തില്ല. ഇതറിഞ്ഞുകൊള്ളണം. ഈ അശുദ്ധി മാത്രം കിടക്കുന്ന, തിന്മയിൽ മാത്രം കിടക്കുന്ന ദൈവമേ എന്ന് വിളിക്കുമ്പോൾ പൂച്ചയെയും പുലിയെയും പഴുതാരയെയും കാളയെയും നൈൽ നദിയെയും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുവൻ യഹോവയായ ദൈവത്തിൻ്റെ മുമ്പിൽ അശുദ്ധനാണ്. അതറിഞ്ഞുകൊള്ളുക. അങ്ങനെയുള്ള ഒരുവന്റെ കൂടെയും പരിശുദ്ധനായ ദൈവത്തിന് ചേർന്ന് നടക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് എന്താണ്? ഈ എൻ്റെ സ്വന്തം ജനം, അബ്രഹാത്തിന് കൊടുത്ത വാക്ക,
പിൻതലമുറയെ ഞാൻ നോക്കും. അപ്പോൾ എനിക്ക് അബ്രഹാത്തോടുകൂടെ എന്ന പോലെ ഈ ജനത്തിൻ്റെ മധ്യം നടക്കണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കലും ഇവരുടെ ലൈഫിൻ്റെ വിശുദ്ധി ഇല്ലായ്മ കാരണം ദൈവത്തിന് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവർ വിശുദ്ധരായി മാറാൻ വേണ്ടിയിട്ടാണ് ദൈവം ആദ്യമേ സീനായി മലയിൽ ഇറങ്ങിയിട്ട് കൽപ്പന കൊടുക്കുന്നത്. ഒന്നാമത്തെ പ്രമാണം കൊടുക്കുന്നു, രണ്ടാമത്തെ പ്രമാണം കൊടുക്കുന്നു. അങ്ങനെ ഓരോ പ്രമാണങ്ങൾ കൊടുത്ത് അവസാനത്തെ സംഭവങ്ങൾ വരെ കർത്താവ് കൊടുക്കുന്ന നിയമം എന്തിനാണ്? യഹോവയായ ദൈവത്തിന് ഇവരെ സംരക്ഷിക്കണം, ഇവരുടെ മധ്യം നടക്കണം, ഇവരുടെ കൂടെ ഇവർക്ക് അത്ഭുതങ്ങൾ ചെയ്യണം, ശത്രുക്കൾ ഇവരെ തൊടരുത്, ഇനി ഇവരുടെ അടിമത്തത്തിലേക്ക് പോകരുത്, ഇവരുടെ ഉള്ളിൽ എപ്പോഴും യഹോവ തന്നെ ആയിരിക്കണം. ഇത് ഉണ്ടാകാൻ വേണ്ടി ദൈവം കൽപ്പന കൊടുക്കുക. ആ കൽപ്പനയാണ് സീനായി മലയിൽ ഇറങ്ങിക്കൊടുത്ത തോറ എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സുവിശേഷ വിരോധി പറയും ഹമ്മുറാബിയുടേതാണെന്ന്. നിങ്ങൾ എന്ത് പറയും? ഹമ്മുറാബിയുടെ കൂടെ നിൽക്കുമോ, യഹോവയായ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമോ? സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാ കൽപ്പന കൊടുത്തത്? അശുദ്ധിയായ ഒരു കൂട്ടരിൽ വിശുദ്ധിയുള്ള വേർപാടെടുത്തവനുണ്ടാകണം. വേർപാടെടുത്തവനുള്ളനാണെങ്കിൽ അവൻ്റെ കൂടെ ദൈവം നടന്നിരിക്കും. അതാണ് സത്യം. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കൽപ്പന പാലിച്ചവരുടെ കൂടെ ദൈവത്തിന് നടക്കാൻ പറ്റി. ഈ 10 പ്രമാണങ്ങൾ, അയൽക്കാരനോട് കാണിക്കേണ്ട കടമകൾ, മറ്റുള്ളവരോട് കാണിക്കേണ്ട രീതികൾ, ഇങ്ങനെ ധാർമ്മിക ജീവിതത്തിലേക്ക് ഒരുവൻ ഇറങ്ങിയപ്പോൾ കർത്താവിന് മന്ന വർഷിച്ചു കൊടുക്കാൻ സാധിച്ചു. കർത്താവിന് കാടപ്പക്ഷി അയച്ചു കൊടുക്കാൻ സാധിച്ചു. അത്ഭുതങ്ങൾ നടത്തി. മരുഭൂമിയിലെ സർപ്പമോ തേളോ അവരെ തൊടാതെ, അവരുടെ കാല് നീര് വന്ന് വീർക്കുകയോ ചെരുപ്പ് പൊട്ടിയുകയോ അവരുടെ വസ്ത്രം ജീർണിക്കുകയോ പോകാതെ 40 സംവത്സരം പരിപാലിക്കാൻ ഈ നിയമം പാലിച്ചവന് സാധിച്ചെങ്കിൽ, ഈ നിയമം എന്തിനു വേണ്ടി വന്നതാ? തിന്മയ്ക്കാണോ? സ്തോത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ നിയമം പാലിക്കുന്നവൻ ദൈവത്തിൻ്റെതാ. സ്തോത്രം, ഹല്ലേലൂയ. ഈ നിയമം പാലിക്കുന്നവൻ. ഇന്നും 10 കൽപ്പന അതുപോലെ ഉണ്ട്. 10 കൽപ്പന ഇന്നും അതുപോലെ ഉണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രം ദൈവമേ എന്ന് വിളിക്കുമ്പോൾ മൺരൂപം വരും. മൺരൂപം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നെങ്കിൽ കാര്യമില്ല. ഈ 10 കൽപ്പന അതുപോലെ നിർത്തിയിട്ടാണ് ബാക്കി കുറേ നിയമങ്ങൾ കർത്താവ് തന്നത്. സഹോദരനെ ഭോഷ എന്ന് വിളിച്ചാൽ കൊലപാതകി. നിന്റെ ഉള്ളിൽ നീ സ്ത്രീ ആസക്തിയോടുകൂടെ മോഷ്ടിച്ചാൽ 6-ാം കൽപ്പന ലംഘനം. മറ്റൊരുവന്റെ വസ്തു പിടിച്ചു പറിച്ചാൽ മോഷണം. നാവെടുത്ത് നീ ഒരുവന്റെ പേഴ്സണാലിറ്റിയെ കൊന്നുകഴിഞ്ഞാൽ കൊലപാതകം. ഇങ്ങനെ നിയമങ്ങളെ മാറ്റി എഴുതിയത് ദൈവത്തിന് നിന്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നെങ്കിൽ കർത്താവിനൊന്ന് സ്തുതിക്കാമോ? ആമേൻ. സ്തുതിക്കുന്നു. ഈ നിയമങ്ങളുണ്ടല്ലോ. എന്നാൽ ഇന്നത്തെ കാലഘട്ടം നോക്കാം. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സുവിശേഷ വിരോധി പറയും, ഇന്നത്തെ കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടോ? പിള്ളേരെ തല്ലാമോ? പിള്ളേരെ തല്ലിയ കേസാ. മാതാപിതാക്കൾ പിള്ളേരെ തല്ലിയാലോ അപ്പനും അമ്മയും അകത്ത് കിടക്കും. മാതാപിതാക്കൾ തല്ലാൻ പാടില്ല, അധ്യാപകർക്ക് തല്ലാൻ പാടില്ല. തല്ലിയാൽ പണി വാളും. ഈ ലെവലിൽ ഇന്നത്തെ കാലഘട്ടം നിൽക്കുമ്പോൾ ഇന്ന് സംസാരിക്കുന്നവരെല്ലാം പഴയ നിയമ ദൈവം ക്രൂരനാണ് എന്ന് പറയും. പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ്. കാരണം എന്താ? അടി 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 ഇങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ആ ദൈവം ഒരു രാജാവാണ്. തൻ്റെ രാജ്യത്തെയും തൻ്റെ ജനങ്ങളെയും സംരക്ഷിക്കേണ്ട ചുമതല ആ രാജാവിനുണ്ട് എന്നുള്ളത് ഈ വൃത്തികെട്ടവന്മാർ മനസ്സിലാക്കത്തില്ല. അതാണ് ക്രൂരൻ എന്ന് ദൈവത്തെ വിളിക്കാൻ പലരും മനസ്സുവെക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ ഞാൻ കൊണ്ടുപോവാണ്. എബ്രായ ഭാഷയിൽ തോറ എന്നതിൻ്റെ ന്യായപ്രമാണങ്ങൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ന്യായപ്രമാണങ്ങൾ എന്നാണ് തോറയെ പറയുന്നത്. ഇതേ വാക്ക് തന്നെയാണ് മാതാപിതാക്കൾക്കും അധ്യാപകരും, അല്ലെങ്കിൽ അധ്യാപകർ കുട്ടികളെ ശിക്ഷണം ചെയ്യുന്നതിനും മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കുന്നതിനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ തോറ എന്നുള്ള വാക്ക് തന്നെയാണ്. അതിന് സദൃശ്യവാക്യങ്ങൾ എടുക്കാം. സുഭാഷിതങ്ങൾ 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? സദൃശ്യവാക്യങ്ങൾ 1:8. വായിച്ചോ. സദൃശ്യവാക്യങ്ങൾ 1:8. പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക. മാതാവിന്റെ ഉപദേശം നിരസിക്കരുത്. മാതാവിന്റെ ഉപദേശം നിരസിക്കരുത്. ഉപദേശം, ഈ ഉപദേശം, അമ്മയുടെ ഉപദേശം എന്ന് പറയുന്ന ആ ഉപദേശത്തിന് ഹീബ്രു ബൈബിളിൽ അല്ലെങ്കിൽ മൂലഗ്രന്ഥത്തിൽ തോറ എന്ന് എഴുതിയിട്ടുള്ളത്. തോറ.
ബൈബിളിൻ്റെ മൂലഗ്രന്ഥത്തിൽ അമ്മയുടെ ഉപദേശം എന്ന് പറഞ്ഞ ഉപദേശം എന്ന് പറയുന്ന വാക്കിന് തോറ എന്നാണ് മൂലഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തോറ എന്ന് പറയുന്നത് എന്താണ്? ന്യായപ്രമാണ ഗ്രന്ഥം, നിയമഗ്രന്ഥം. അത് ഏതാണ്? ഇപ്പോൾ സദൃശ്യവാക്യങ്ങളിൽ മക്കൾ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഉപദേശത്തെ ഒരു നിയമഗ്രന്ഥം പോലെയാണ് അതിന് കൊടുക്കുന്നത്. എന്തിനാണ് അമ്മ ഉപദേശിക്കുന്നത് മക്കളെ? എന്തിനാണ് അപ്പൻ ഉപദേശിക്കുന്നത്? എന്തിനാ? നശിക്കാനാണോ? അവർ വിശുദ്ധിയിലും നന്മയിലും വളരാനാണോ? ആ വിശുദ്ധിയിലും നന്മയിലും വളരാനാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ അർത്ഥം നോക്കി, കർത്താവായ ദൈവം വന്ന് ഈ തോറ കൊടുക്കുമ്പോൾ അമ്മയുടെ ഉപദേശം നിരസിക്കരുത്, അപ്പൻ്റെ പ്രബോധനം ഒരിക്കലും തള്ളിക്കളയരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഈ കുട്ടി ഈ മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി വളർന്നു വരാൻ വേണ്ടി ഒരപ്പനും അമ്മയും കൊടുക്കുന്ന നിയമമാണത്, ഉപദേശമാണ്. അതേ ഉപദേശം തന്നെയല്ലേ അത്യുന്നതനായ ദൈവം സീനായി മലയിൽ വന്നപ്പോൾ കൊടുത്തത്? ദൈവത്തിൽ നിന്ന് ഇനിയൊരു അടിമത്തത്തിലേക്ക് നീ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനിയൊരു ശത്രു നിന്റെ മകളിൽ വിജയമെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സീനായി മലയിൽ വെച്ച് കൽപ്പന കൊടുത്തത്. കാരണം ഇനിയൊരു ശത്രു നിന്റെ മേൽ വരരുത്. ഇനി ഒരമ്മ നിന്നെ ഉപദേശിക്കുന്നത് പോലെയാണ് യഹോവയായ ദൈവം തൻ്റെ ഗ്രൂപ്പിലുള്ളവർ ഉപദേശിച്ചത്. ഒരപ്പൻ തൻ്റെ മക്കളെ പ്രബോധിപ്പിക്കുന്ന പോലെയാണ് ഒരു യഹോവയായ ദൈവം വന്ന് തൻ്റെ മക്കളെ പ്രബോധിപ്പിക്കുന്നത്. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ സ്നേഹത്തോടെയുള്ളൊരു നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളുമാണ് ഇതിനകത്തുള്ളത്. ഇത് അശുദ്ധൻ അറിയത്തില്ല, ഇത് സുവിശേഷ വിരോധിക്ക് ഇത് അറിയത്തില്ല. സുവിശേഷ വിരോധി നോക്കുമ്പോൾ അവൻ ക്രൂരനാണെന്ന് തോന്നും. നമ്മൾ മാതാപിതാക്കളെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും ക്രൂരത കൊണ്ടല്ല, അവരുടെ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ഏത് നിയമം എങ്ങനെ മാറിയാലും വിശുദ്ധരായ മാതാപിതാക്കൾ അവരുടെ മക്കളെ എന്ത് ചെയ്യും? ശാസിച്ച് തന്നെ വളർത്തിയിരിക്കും. ഇത് ബൈബിൾ ലോയാണ്, ശരിയല്ലേ? മാതാപിതാക്കൾ മക്കളെ ശാസിക്കും, തെറ്റ് കണ്ട തിരുത്തി ശാസിക്കേണ്ടതിനെ ശാസിക്കും, ശിക്ഷിക്കേണ്ടതിനെ ശിക്ഷിക്കും. അത് അതിൻ്റെതായ തലത്തിൽ തന്നെ പോകും, കറക്റ്റ് അല്ലേ? എന്നാൽ സ്വന്തം മാതാപിതാക്കൾ തിരുത്തുമ്പോൾ ആ തിരുത്തൽ വാങ്ങാൻ സ്വന്തം ചോരയാണെങ്കിലേ നിൽക്കത്തുള്ളൂ, അന്യൻ്റെ ചോരയാണെങ്കിൽ നിൽക്കണമെന്നില്ല. അത് തിരിയാൻ ഇടയുണ്ടാകും. സ്വന്തം ചോരയാണെങ്കിൽ എന്ത് ചെയ്യും? അത് മാനിക്കും. അന്യൻ്റെ ചോരയാണെങ്കിൽ മാനിക്കത്തില്ല, അത് നമുക്കെതിരെ കാല് ഉയർത്തും. അതാണ് ഇന്ന് ദൈവത്തിനെതിരെ സ്വന്തം ചോരയല്ലാത്ത ചിലവർ ദൈവത്തിനെതിരെ ശബ്ദിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ തലമുറകളിലോ ഇങ്ങനെയുള്ളവർ ഉണ്ടാകാതിരിക്കണം. അതിനുവേണ്ടി ശക്തമായി നിങ്ങൾ ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കണം. വായ്കൾ തുറന്ന് ദൈവത്തിന് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു. ദാവീദ് പറയുന്ന ഒരു സംഭവം നമുക്ക് നോക്കാം. സങ്കീർത്തനം എടുക്കാം, 119 സങ്കീർത്തനം 109 വാക്യം ശ്രദ്ധിച്ചേ. എന്റെ ജീവൻ എപ്പോഴും അപകടത്തിലാണ്, എന്നാലും ഞാൻ അങ്ങയുടെ നിയമം മറക്കുകയില്ല. ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ന് സത്യവേദ പുസ്തകത്തിൽ അല്ലേ? എൻ്റെ ജീവൻ അപകടത്തിലാണെങ്കിലും അങ്ങയുടെ പ്രമാണം ഞാൻ മറക്കത്തില്ല. ഇനി ദുഷ്ടർ എനിക്ക് കെണി വച്ചിരിക്കുന്നു, എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ദുഷ്ടന്റെ കെണിയിൽ വീഴും. അതാ ഇവിടെ ദാവീദ് പറയുന്നത്. ദുഷ്ടൻ എനിക്കായി ചുറ്റും കെണി ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ അങ്ങയുടെ ന്യായപ്രമാണത്തിൽ ഞാൻ ഉള്ളത് കൊണ്ട് ദുഷ്ടന്റെ കെണിയിൽ വീണില്ല. ന്യായപ്രമാണം എപ്പോ ഞാൻ തെറ്റിച്ചാൽ എന്തിലേക്ക് പോകും? പറഞ്ഞേ, ദുഷ്ടന്റെ കെണിയിലേക്ക് വീഴും. അപ്പോൾ ഒരമ്മ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാകുന്ന നിയമം പോലെ ഇതാ ദാവീദ് പറയുന്നു, ആ നിയമം എൻ്റെ ഉള്ളിൽ വച്ചതുകൊണ്ട് ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, വീണു പോകാതെ നിൽക്കുകയാണ്. ഇതാണ് നിയമഗ്രന്ഥം, ഇതാണ് ദൈവത്തിൻ്റെ ന്യായം, ദൈവത്തിൻ്റെ കൽപ്പന. സ്തോത്രം. അപ്പോൾ ഒരു അമ്മ മക്കളെ ഉപദേശിക്കുന്ന പോലെ തന്നെയാണ് സീനായി മലയിൽ ഇറങ്ങിയ കർത്താവ് തൻ്റെ ഗ്രൂപ്പിനെ സംരക്ഷിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാവീദ് ഇവിടൊക്കെ തൻ്റെ അനുഭവം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയണമെങ്കിൽ അവിടെല്ലാം ദൈവത്തിന്റെ മഹത്വം ദർശിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, കരങ്ങൾ ഉയർത്തി. കർത്താവേ എവിടെ നിറങ്ങണമേ, കർത്താവേ എവിടെ നിറങ്ങണമേ, കർത്താവേ എവിടെ നിറങ്ങണമേ, കർത്താവേ എവിടെ നിറങ്ങണമേ, കർത്താവേ എവിടെ നിറങ്ങണമേ. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ ദൈവം കൊടുത്ത കൽപ്പനകളെ
ഈ വിധം നമ്മൾ മനസ്സിലാക്കിയാൽ അവയെല്ലാം കർത്താവായ ദൈവത്തിൻ്റെ ഒരു പിതൃത്വത്തെ അല്ലെങ്കിൽ ഒരു മാതൃത്വത്തെ നമുക്ക് കാണാൻ പറ്റും. ഒരപ്പൻ മക്കളോട് ഇടപെടുന്ന പോലെ, ഒരമ്മ മക്കളോട് ഇടപെടുന്ന പോലെ ഇസ്രായേലിനോട് ഇടപെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇടപെടാത്ത ഉണ്ടെങ്കിൽ, ഒരപ്പൻ ആണെങ്കിൽ മക്കൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും. സ്വന്തം ചോരയാണെങ്കിൽ എന്ത് ചെയ്യും? ശിക്ഷിക്കും, ശാസിക്കും. ഇത് ബാലശിക്ഷയായി ബൈബിൾ അതിനെ പറയും. ബാലശിക്ഷ. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 7 മുതൽ എടുത്ത് നമുക്കിനി കുറച്ച് വചനങ്ങളാണ് നോക്കുന്നത്. യെസ്, വായിച്ചോ. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിന്റെ ശിക്ഷണം ലഭിക്കാതെ ഏത് മകനാണുള്ളത്? പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല. എല്ലാവർക്കും അവരവരുടെ മാതാപിതാക്കൾ അവരവരുടെ മക്കൾക്ക് ശിക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ശിക്ഷണം ലഭിക്കാതിരുന്നാൽ നിങ്ങൾ എന്തല്ല? മക്കളല്ല. നിങ്ങൾ മക്കളല്ല. ജാരസന്തതികൾ. എല്ലാവർക്കും കിട്ടുന്ന, തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ അവരുടെ മക്കളെ ശിക്ഷിക്കുന്ന ആ ശിക്ഷ നിങ്ങൾക്കും കിട്ടാതിരുന്നാൽ, ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, പകരം ജാരസന്തതിയാണ്. ഇനിയും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഭൗമികമായി തിരുത്തുമായിരുന്നു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ. ഇനി ഇതോട്ട് വായിക്കുമ്പോൾ നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തിരുത്തിയവരെ നമ്മൾ എന്ത് ചെയ്തു? ബഹുമാനിച്ചു. അപ്പൊ തിരുത്തുന്നവന് ശാസനയാണ്, ശിക്ഷയുണ്ട്. ശിക്ഷണവും ശാസനയും ഉണ്ട് തിരുത്തുന്നതിൽ. അങ്ങനെ തിരുത്തിൽ കിട്ടി വരുന്നവർ എന്ത് ചെയ്തു? അവരെ ബഹുമാനിക്കുകയും ചെയ്തു. ഭൗമിക പിതാക്കന്മാരോട് നമ്മൾ ഇങ്ങനെ ചെയ്തെങ്കിൽ അവർ ബഹുമാനിക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ, താഴോട്ട് വായിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയനായി ജീവിക്കേണ്ടത്. എത്രയധികം വിധേയരായി ജീവിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ദൈവം നീ തെറ്റ് ചെയ്താൽ നിന്നെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്തിരിക്കും. ഇതൊരു അപ്പന്റെയും അമ്മയുടെയും കടമയാണ്. കർത്താവായ ദൈവം നമ്മുടെ അപ്പനും അമ്മയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ശിക്ഷിക്കുകയും ശാസിക്കുകയും അവൻ ചെയ്തിരിക്കും. അതുകൊണ്ട് ജാരസന്തതി പുറത്തിരുന്ന് യഹോവ ക്രൂരനെന്ന് പറഞ്ഞാൽ നീ ജാരസന്തതി ആയതുകൊണ്ടാണ്. യഹോവ ഞങ്ങളുടെ അപ്പനും അമ്മയും പോലെ തന്നെയാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ എങ്ങനെ ശിക്ഷിക്കുമോ, എങ്ങനെ ശാസിക്കുമോ, അതുപോലെ ദൈവത്തിന് ഞങ്ങളോടൊപ്പം നടക്കാൻ പറ്റാതെ വണ്ണമുള്ള അശുദ്ധി ഞങ്ങളിലുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്തും. ജാരസന്തതി ആയതുകൊണ്ടാണ് നിനക്ക് ആ ശിക്ഷണം കിട്ടാത്തത്. ഞങ്ങൾ അവൻ്റെ ചോരയായതുകൊണ്ട് അവൻ്റെ ശിക്ഷണവും ശാസനയും ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. ആ തരത്തിൽ ദൈവമക്കൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാമോ? ദൈവത്തെ സ്തുതിക്കാമോ? ശത്രു നിന്നെ കീഴ്പ്പെടുത്തുന്നത് എന്തുകൊണ്ടാ? നീ ദൈവത്തിനെതിരെ നിൽക്കുന്നത് കൊണ്ടാ. ശത്രു നിന്നെ കീഴ്പ്പെടുത്തുന്നത് എന്തുകൊണ്ടാ? നീ ശത്രുവിന്റെ വാക്ക് കേട്ട് ദൈവത്തിനെതിരെ നീ ആയുധമെടുക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു. നമ്മളിങ്ങനെ പാടാറുണ്ട്, മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ മക്കളെങ്കിൽ സ്നേഹത്തിൻ. ആമേൻ. അപ്പൊ ഇത്രയും പറഞ്ഞ സംഭവം മനസ്സിലായേ? ഇനി അടുത്ത വേറൊരു ടേണിങ്ങിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഇടിച്ചിടിച്ച് പോകുന്നൊരു സംഭവമാണ്. ഒത്തിരി മണിക്കൂർ എടുക്കേണ്ടതാണ്, മിനിറ്റുകൾ കൊണ്ട് തീർക്കുന്നത്. അടുത്ത ഒരു ടേണിങ്ങിലേക്ക്. അപ്പോഴും ചെറിയരുടെ ഉള്ളിൽ എങ്കിലും പഴയ നിയമത്തിൽ ദൈവം ക്രൂരനല്ലേ എന്നുണ്ടെങ്കിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ആരിലൂടെയാണ്?